നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിനോടനുബന്ധിച്ചുള്ള ആനയോട്ടം നാളെ. ആനയോട്ടത്തിൽ മുൻനിരയിലോടാനുള്ള 3 ആനകളെ തിരഞ്ഞെടുത്തു. കാലിന് പരിക്കുള്ള ഏഴാറ്റുമുഖം ഗണപതിയുടെ ആരോഗ്യനില കൂടുതൽ മെച്ചപ്പെട്ടതായി വനംവകുപ്പ്. നിലവിലെ സാഹചര്യത്തിൽ ആനയ്ക്ക് വിദഗ്ധ ചികിത്സ നൽകുന്നത് തൽക്കാലം ഉണ്ടാകില്ലെന്ന് വാഴച്ചാൽ DFO R. ലക്ഷ്മി. അതിരപ്പള്ളിയിൽ വന്യജീവികളെ പ്രകോപിപ്പിക്കും വിധം ദൃശ്യങ്ങൾ പകർത്തുന്നവർക്കെതിരെ കർശന നടപടിക്കൊരുങ്ങി വനംവകുപ്പ്. റോഡരികിൽ മാർഗതടസ്സമുണ്ടാക്കി ചിത്രങ്ങൾ പകർത്താൻ ശ്രമിക്കുന്ന വിനോദസഞ്ചാരികൾക്കെതിരെയും പെറ്റി കേസെടുക്കാൻ തീരുമാനം. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ജാതി വിവേചനമെന്ന് ആക്ഷേപം. ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് കഴകക്കാരനായി നിയമിച്ച യുവാവിനെ സ്ഥലം മാറ്റി. ഗുരുവായൂർ ക്ഷേത്രോത്സവ ചടങ്ങുകളുടെ ഭാഗമായ കലശ ചടങ്ങുകൾക്ക് സമാപനം കുറിച്ച് ഗുരുവായൂരപ്പനെ സഹസ്ര കലശവും ബ്രഹ്മകലശവും അഭിഷേകം ചെയ്തു. തന്ത്രി ചേനാസു കൃഷ്ണൻ നമ്പൂതിരി ആദ്യം 1000 കലശം അഭിഷേകം ചെയ്തു. ഗുരുവായൂർ പേരകത്ത് അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ 8 കോഴികൾ ചത്തു. മല്ലാട് കൂവക്കാട്ടിൽ ഷംസുരീന്റെ വീട്ടിലെ കോഴികളാണ് ചത്തത്. സ്ഥിരം കുറ്റവാളിയും കൊലപാതക കേസിലെ പ്രതിയുമായ യുവാവിനെ 6 മാസത്തേക്ക് കാപ്പ ചുമത്തി ജയിലിലടച്ചു. വെട്ടിക്കാട്ടിരി പാളയം കോട്ടുകാരൻ വീട്ടിൽ റജീബിനെയാണ് തൃശൂർ ജില്ലാ കളക്ടർ കാപ്പ ചുമത്തി ഉത്തരവിട്ടത്. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ചെറൂർ സാഹിതിയിൽ ആൾക്കൂട്ടത്തിൽ ചിലർ വേറിട്ട ശബ്ദങ്ങൾ മുന്നേറ്റങ്ങൾ എന്ന പേരിൽ സംവാദ പരിപാടി സംഘടിപ്പിച്ചു. എഴുത്തുകാരൻ PMM ഷെരീഫ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ സാഹിത്യവേദി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി BBA LLBയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ ശ്രദ്ധ സുരേന്ദ്രനെ ആദരിച്ചു. സാഹിത്യവേദി പ്രസിഡന്റ് കൃഷ്ണകുമാർ മാപ്രാണം ഉപഹാരം കൈമാറി. MLAയുടെ ആസ്തി വികസന പദ്ധതി പ്രകാരം തളിക്കുളത്ത് നിർമ്മിച്ച 4 ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളുടെ ഉദ്ഘാടനം CC മുകുന്ദൻ MLA നിർവഹിച്ചു. ഇടശ്ശേരി പടിഞ്ഞാറ്, കിഴക്ക്, പത്താംകല്ല് സെന്റർ, കച്ചേരിപ്പടി സെന്റർ എന്നിവിടങ്ങളിലാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ നിർമ്മിച്ചത്. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് വേറിട്ട രീതികളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനായി കൊടകര പഞ്ചായത്തിലെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സിക്കിമിലേക്ക് പഠനയാത്ര നടത്തി. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, വൈസ് പ്രസിഡന്റ് KG രജീഷ്, സെക്രട്ടറി ബിന്ദുജി നായർ എന്നിവരടങ്ങിയ 21 അംഗ സംഘമാണ് കിലയുടെ സഹായത്തോടെ സിക്കിം സന്ദർശിച്ചത്. എരുമപ്പെട്ടി മർച്ചന്റ്സ് അസോസിയേഷൻ യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ ലഹരി വിരുദ്ധ സായാഹ്ന സംഗമം നടത്തി. മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് MV ബാബു ഉദ്ഘാടനം ചെയ്തു. അക്ഷയ ബിഗ് ക്യാമ്പയിൻ ഫോർ ഡോക്യുമെന്റ് ഡിജിറ്റലൈസേഷൻ പദ്ധതിയുടെ 2ാം ഘട്ട ക്യാമ്പ് വെള്ളിക്കുളങ്ങരയിൽ സംഘടിപ്പിച്ചു. വരന്തരപ്പള്ളി, മറ്റത്തൂർ, തൃക്കൂർ, കോടശ്ശേരി പഞ്ചായത്തുകളിൽ നിന്നുള്ള 173 പേർക്ക് വിവിധ ഇനങ്ങളിലായി 272 സേവനങ്ങൾ ലഭിച്ചു. BJP തൃശൂർ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കുന്നംകുളം നഗരത്തിൽ പ്രകടനം നടത്തി. പൊതുയോഗം BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ഉദ്ഘാടനം ചെയ്തു. 3 കിലോമീറ്റർ മാരത്തോണിൽ ആദ്യവസാനം പങ്കെടുത്ത് 2 വയസ്സുകാരി ഹെയ്സൽ ഷിറീൻ. കയ്പമംഗലം 3 പീടിക മതിലകത്ത് വീട്ടിൽ പ്രവാസിയായ അബ്ദുൽ ഖാദറിന്റെയും നസീമയുടെയും മകളായ ഹെയ്സൽ ഷിറീനാണ് മറൈൻ ഡ്രൈവിൽ നടന്ന മാരത്തോണിൽ പങ്കെടുത്ത് ശ്രദ്ധേയമായത്. തിരുവില്ലാമലയിലെ മികച്ച ജൈവ പച്ചക്കറി കർഷകയും ഹരിതകർമ്മ സേനാംഗവുമായ വിജയകുമാരിയെ മഹിളാ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ആദരിച്ചു. തിരുവില്ലാമല PAN മേനോൻ സ്മാരക മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഉഷാ ദിവാകരൻ അധ്യക്ഷത വഹിച്ചു. തിരുവില്ലാമല കണിയാർക്കോട് കരിങ്കുറ്റി അയ്യപ്പൻകാവ് താലപ്പൊലിയോടനുബന്ധിച്ച് നടത്തുന്ന സാംസ്കാരിക പരിപാടികൾക്ക് തുടക്കമായി. നാരായണൻ നമ്പൂതിരി ഉദ്ഘാടനം നിർവഹിച്ചു. പഴയന്നൂർ കുന്നത്തറ അങ്കണവാടിയിൽ അങ്കണവാടി കം ക്രഷ് പദ്ധതിക്ക് തുടക്കമായി. പഞ്ചായത്ത് പ്രസിഡന്റ് PK മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. SK
SKSSF പന്നിത്തടം യൂണിറ്റ് സഹചാരി സെന്റർ 1ാം വാർഷികത്തോടനുബന്ധിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി. പന്നിത്തടം സുഹറ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ജില്ലാ പ്രസിഡന്റ് ഷെരീഫ് ദാരിമി ഉദ്ഘാടനം ചെയ്തു. ചെമ്പുച്ചിറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് സമാപനം കുറിച്ച് ആറാട്ട് നടന്നു. ക്ഷേത്ര ഭാരവാഹികളായ സുനിൽകുമാർ കൈമാർ പറമ്പിൽ, സെക്രട്ടറി ശ്രീധരൻ കളരിക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 3 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കേരള പ്രദേശ് കസ്തൂർബ ഗാന്ധി ദർശൻ വേദിയുടെ ആഭിമുഖ്യത്തിൽ വനിതാ സംഗമം സംഘടിപ്പിച്ചു. കസ്തൂർബ ഗാന്ധി ദർശൻ വേദി സംസ്ഥാന ജനറൽ കൺവീനർ രേണുക മേനോൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. അമല ഫെല്ലോഷിപ്പ് കൊടുങ്ങല്ലൂർ യൂണിറ്റ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ബാലാനു ബോധിനി UP സ്കൂളിൽ നടന്ന ക്യാമ്പ് VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. കോടാലി മുരിക്കുങ്ങൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പൂരം കാവടി മഹോത്സവം ഈ മാസം 15-ന് ആഘോഷിക്കും. മേളത്തിന് പെരുവനം സതീശൻ മാരാരും കൊടകര ഉണ്ണിയും നേതൃത്വം നൽകും. മുള്ളൂർക്കര തിരുവാണിക്കാവ് ക്ഷേത്രം ട്രസ്റ്റിന്റെ വേല മഹോത്സവം തിങ്കളാഴ്ച ആഘോഷിക്കും. 11 ദേശങ്ങൾ ഉത്സവത്തിൽ പങ്കാളികളാകും. വിവിധ ദേശങ്ങളിൽ നിന്നായി 15 ആനകൾ അണിനിരക്കും. പുരോഗമന കലാസാഹിത്യ സംഘം കയ്പമംഗലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ MT അനുസ്മരണം സംഘടിപ്പിച്ചു. പൗലോസ് മാസ്റ്റർ സ്മാരക മന്ദിരത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി BS ശക്തിധരൻ ഉദ്ഘാടനം ചെയ്തു. പത്മശ്രീ ലഭിച്ച ഉത്രാലിക്കാവ് പൂരം വടക്കാഞ്ചേരി ദേശം മുഖ്യരക്ഷാധികാരി സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകൻ അഡ്വക്കേറ്റ് CS വൈദ്യനാഥനെ പൗരസ്വീകരണം നൽകി. വടക്കാഞ്ചേരി കേരളവർമ്മ വായനശാല ഹാളിൽ നടന്ന സ്വീകരണം നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പാവറട്ടി വിളക്കാട്ടുപാടം ദേവസൂര്യ കലാവേദിയുടെ നേതൃത്വത്തിൽ ആദരണ ചടങ്ങ് നടന്നു. മാധ്യമപ്രവർത്തക KS ശ്രുതി ആദരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അക്കിക്കാവ് നന്മ ക്ലബ്ബ് സൗജന്യ നേത്രരോഗ തിമിര നിർണയ ക്യാമ്പ് നടത്തി. അക്കിക്കാവ് സെന്റ് മേരീസ് കോളേജ് ഹാളിൽ നടന്ന ക്യാമ്പിൽ ഡോക്ടർ ജിൻസി പരിശോധന നടത്തി. പോർക്കുളം തിരുത്തിക്കാട് ബണ്ടിൽ കെട്ടിനിൽക്കുന്ന വെള്ളത്തിൽ മാലിന്യങ്ങൾ നിറയുന്നത് ഒഴിവാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ബണ്ടിൽ നിന്ന് പുറത്തുവരുന്ന കറുത്ത നിറത്തിലുള്ള വെള്ളം കൃഷിക്ക് ഉപയോഗിക്കുന്നത് നെൽച്ചെടികളുടെ വിളവിനെ ബാധിക്കുമെന്ന ആശങ്കയിൽ കർഷകർ. ആറാട്ടുപുഴ പൂരത്തിനോടനുബന്ധിച്ച് തേവർ പന്തലിനും ആറാട്ടുപുഴ ക്ഷേത്ര പത്തായപ്പുരയ്ക്ക് സമീപം ഒരുക്കുന്ന തേവർ സ്വീകരണ പന്തലിനും കാൽനാട്ടി. ഏപ്രിൽ 9-നാണ് ആറാട്ടുപുഴ പൂരം. കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് ചാവക്കാട് മത്സ്യഭവന്റെ മികച്ച മത്സ്യ കർഷകൻ അവാർഡ് കരസ്ഥമാക്കിയ CK സെബിയെ എളവള്ളി മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ആദരിച്ചു. അനുമോദന സദസ്സ് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് ജോബിൻ ജോസ് ഉദ്ഘാടനം ചെയ്തു. ലഹരി മാഫിയക്കെതിരെ നടപടിയെടുക്കാതെ സർക്കാർ ഉറക്കം നടിക്കുന്നുവെന്നാരോപിച്ച് മുസ്ലിം യൂത്ത് ലീഗ് ചാവക്കാട് സെന്ററിൽ നൈറ്റ് അലർട്ട് സമര പരിപാടി സംഘടിപ്പിച്ചു. മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് PP അൻവർ സദാത്ത് ഉദ്ഘാടനം ചെയ്തു. ഒളരിക്കര ഗവൺമെന്റ് UP സ്കൂൾ ശതാബ്ദി സമാപന സമ്മേളനം P ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസ് മുഖ്യാതിഥിയായി. ലഹരിക്കും അക്രമത്തിനുമെതിരെ മഹിളാ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അമ്മമാരുടെ നൂൺ വാക്ക് സംഘടിപ്പിച്ചു. തൃശൂർ നടുവിലാലിൽ നിന്ന് ആരംഭിച്ച നൂൺ വാക്ക് AICC ജനറൽ സെക്രട്ടറി ദീപ ദാസ് മുൻഷി ഉദ്ഘാടനം ചെയ്തു. നമ്പഴിക്കാട് KPSC ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ വയോജന വേദിയുടെയും മഹിളാവേദിയുടെയും സംയുക്തമായ ആഭിമുഖ്യത്തിൽ പ്രകൃതി പഠനയാത്ര സംഘടിപ്പിച്ചു. നമ്പഴിക്കാട് KPSC വായനശാല പ്രസിഡന്റ് KS സോണിയ, MR വർഗീസ് എന്നിവർ പഠനയാത്രയ്ക്ക് നേതൃത്വം നൽകി. കൊല്ലത്ത് നടന്ന CPM സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം സമാപിച്ചു. CPM സംസ്ഥാന സെക്രട്ടറിയായി MV ഗോവിന്ദൻ തുടരും. 89 അംഗ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെയും 17 അംഗ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളെയും തിരഞ്ഞെടുത്തു. ജില്ലയിൽ നിന്ന് പുതിയ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായി KV അബ്ദുൽ ഖാദറിനെയും R ബിന്ദുവിനെയും ഉൾപ്പെടുത്തി.
വടക്കാഞ്ചേരി കാഞ്ഞിരക്കോട് തോട്ടുപാലത്തിന് സമീപം നടത്തിയിരുന്ന പുകയില മുറുക്കാൻ കച്ചവടം എക്സൈസ് വകുപ്പ് നിർത്തിവെപ്പിച്ചു. ബസ് സ്റ്റോപ്പിന് സമീപം കച്ചവടം നടത്തുന്ന ഇതര സംസ്ഥാന തൊഴിലാളി കുട്ടികൾക്ക് പുകയില നൽകുന്നുണ്ടെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വടക്കാഞ്ചേരി എക്സൈസ് പരിശോധന നടത്തിയത്. ചിറ്റണ്ട പൂങ്ങോട് നിയന്ത്രണം വിട്ട കാർ റോഡിന് സമീപത്തെ താഴ്ന്ന പ്രദേശത്തേക്ക് ഓടിയിറങ്ങി. തൃശൂർ സ്വദേശികൾ സഞ്ചരിച്ച കാർ മറിയാതിരുന്നതിനാൽ യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ചന്ദ്രാപിന്നി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ബഹുജന സംഗമം നടത്തി. KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. മാള കുഴിക്കാട്ടുശ്ശേരി സാഹിതി ഗ്രാമികയുടെ പ്രതിമാസ പരിപാടിയിൽ തപോമയിയുടെ അച്ഛൻ എന്ന നോവലിനെ കുറിച്ച് ചർച്ച നടത്തി. ബാലകൃഷ്ണൻ അഞ്ചത്ത് അധ്യക്ഷനായി. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.